ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ 4G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ്. ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, അതേപോലെ ബാക്ക് വീലൊരു വെട്ടൽ പോലെ പറയുന്നുണ്ട്. അതേപോലെ ശബ്ദ വ്യത്യാസം തോന്നുന്ന കേസ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കി അതിൻ്റെ ബാക്ക് വീലുമായി ബന്ധപ്പെട്ടേ നമുക്ക് ബാക്ക് വീലിന് ഷെയ്ക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് നമുക്ക് നിലവിൽ നോക്കുമ്പോൾ അതിൻ്റെ വേറെ ബെയറിങ്ങോ കാര്യങ്ങളോ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. കാരണം ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. അപ്പം അതിന് ബെയറിങ് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഷെയ്ക്ക് വരാം. പിന്നെ നോർമലിൽ നമുക്ക് അതിൻ്റെ ഈ ക്ലച്ച് യൂണിറ്റ് അടക്കം വർക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ഫ്രീ പ്ലേ കാണിക്കും. അതായിരിക്കും മിക്കവാറും കംപ്ലൈൻ്റ് ആയിട്ട് തോന്നുന്നത്. അത് നിലവിലെ കംപ്ലൈൻ്റ് അല്ല. സ്കൂട്ടർ മോഡൽ വണ്ടികളിലെ എല്ലാ വണ്ടിക്കും ആ ഒരു ഫ്രീ പ്ലേ ഉണ്ടാവും. അത് നിലവിൽ ബെയറിങ്ങിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഗിയർ ബോക്സിനകത്ത് തന്നെ ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നല്ല ഓയിലാണ് കിടക്കണേ. ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ ആയാലും കമ്പനി ലൈനറൊക്കെ കിടക്കണം. ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറൊക്കെ കിടക്കണം. അത്യാവശ്യം നല്ല ലൈനറാണ്, നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റിസീറ്റ് ചെയ്താൽ മതി. ടയറായാലും ബാക്കിലത്തെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബിന് വേറെ പറയത്തെ കംപ്ലൈൻ്റ് ഒന്നും ചേട്ടാ. അപ്പോൾ നിലവിൽ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. ചെറുതായിട്ട് കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ക്ലച്ച് ഭാഗവും നമ്മൾ ചെക്കപ്പിനും ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ CVT ക്ലച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് മാനുവലായിട്ട് നമ്മളത് അഴിച്ചിട്ട് തേമാനം കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. മാറ്റേണ്ടതായിട്ടുള്ള പാർട്സ് ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി പിടിപ്പിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അയച്ചത് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ഓരോ പാർട്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബെൻഡക്സ് യൂണിറ്റാണ്, വർക്കിംഗ് ഓക്കെയാണ്. അത് വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ ചെറിയൊരു തേമാനം, സൈഡ് തിരിഞ്ഞുള്ള തേമാനം ഉണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അത് നമുക്ക് മാക്സിമം യൂസ് ചെയ്യാം. ക്ലച്ച് യൂണിറ്റ് അതിലൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളതിൻ്റെ ബെൽറ്റ് നോക്കി, വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്, വേറെ ഡാമേജ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ എൻ്റെ ഇതിൻ്റെ വി ബുഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാം. അപ്പോൾ ക്ലച്ചിനകത്ത് വേറെ പറയത്തൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കതൊന്ന് ക്ലച്ചൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയേക്കുന്നത് 39,373 കിലോമീറ്ററാണ്. ഇപ്പോൾ നിലവിൽ വർക്കിന് കയറിയാണ് കേട്ടോ. അപ്പോൾ നിലവിൽ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസൊന്നും, കാര്യമായിട്ടുള്ള തേമാനമൊന്നും ക്ലച്ചിനകത്ത് കാണുന്നുമില്ല. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നോക്കുമ്പോൾ പറയത്തക്ക ലീക്കേജ് എന്ന് പറയാനില്ല. പിന്നെ നമ്മൾ ആക്സിലേറ്റർ കേബിൾ, ചോക്കിൻ്റെ കേബിൾ, കാർബറേറ്ററിൻ്റെ സൈഡ് നമ്മൾ ചെക്ക് ചെയ്തു, വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റോ മിസ്സിങ്ങോ സ്റ്റാർട്ടിങ് പ്രശ്നങ്ങളൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തും അങ്ങനെ ഒരു കംപ്ലൈൻറ്റുകളോ ഉള്ളതായിട്ട് നമുക്ക് കാണുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കാർബറേറ്റർ നമ്മൾ ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് പറ്റുന്നില്ല. നമ്മളത് അഡീഷണൽ പേ ചെയ്യേണ്ട കേസാണ്. പ്രത്യക്ഷത്തിലൊരു കംപ്ലൈൻറ്റ് ഇല്ലാത്തത് കൊണ്ടും നമ്മളത് ആ വർക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ അത് നോക്കാതെ നമ്മളതങ്ങനെ വേറെ ചെക്ക് ചെയ്തിരുന്നു. വേറെ പറയത്തക്ക കംപ്ലൈൻറ്റുകളായിട്ടൊന്നും തന്നെ ഇല്ല. കാരണം ഇപ്പോൾ തന്നെ ഒട്ടുമിക്ക വണ്ടിയുടെയും കാർബറേറ്റർ കംപ്ലൈൻറ്റ് ഉണ്ട്. അതായത് ഓവർഫ്ലോ, പെട്രോൾ താഴേക്ക് പോകുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നോർമലിൽ. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല നിലവിൽ. ഓക്കെ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ ബുഷ്, ഈ ഷോക്കിൻ്റെ ബുഷ് നമുക്കൊന്ന് മാറ്റിയിടണം. ലിങ്കിൻ്റെ ബുഷുകൾക്ക് ചെറിയൊരു തേമാനം ഉണ്ടാകും, നമുക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകാം. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്തു, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് നമുക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. പിന്നെ നമുക്ക് ഈ ഫ്രണ്ട് ഹാൻഡിൽ തിരിയുന്ന ഭാഗത്ത് നമുക്കൊരു ബെയറിംഗ് ഉണ്ട്, കോൺസെപ്റ്റ് എന്ന് പറയും. അത് ചെറിയൊരു അടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തൽക്കാലം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ, ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. ടൈറ്റ് ചെയ്താൽ ഹാൻഡിൽ ടൈറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു കംപ്ലയിൻറ്റിലേക്ക് ആയിട്ടില്ല, ആരംഭമാണ്. തൽക്കാലം അങ്ങനെ കിടന്ന് ഓടട്ടെ. കൂടുതൽ പ്രോബ്ലംസ് ആയിട്ട് എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമുക്കത് അഴിച്ചാൽ മതി. കാരണം അഴിക്കുമ്പോൾ ഏകദേശം നമുക്കൊരു 1000 രൂപ 1100 ചിലവ് തന്നെ കേസാണ്. അപ്പോൾ പരമാവധി ഉപയോഗിക്കുക. അതിന് ശേഷമൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഫ്രണ്ട് ടയറൊക്കെ ചെക്ക് ചെയ്ത് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബിൻ്റെ ഭാഗത്തായാലും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. വീൽ ബെയറിംഗ് ആയാലും നല്ല ബെയറിംഗാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്തു. 2024 മോഡൽ ആംബ്രോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി, 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. 13.17 വരെ കിട്ടുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9.38 വന്നത്. അപ്പോൾ നിലവിൽ കംപ്ലയിൻ്റ് ഒന്നും പറയാറായിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻഡിക്കേറ്റർ, ഹോണ്, അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ പോയിൻറ്റുകൾ, 2 പോയിൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. അതേപോലെ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങൾ, സ്വിച്ചുകളൊക്കെ നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടെസ്റ്റ് നടത്തി വിടുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ സ്പാർ പ്ലഗൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പ്ലഗും എയർ ഫിൽറ്ററും കൂടി ഒരുമിച്ച് മാറ്റിയേക്കുന്നതാണ്. അപ്പോൾ നിലവിൽ അത് നമുക്ക് 10,000 കിലോമീറ്ററാണ് ഈ എയർ ഫിൽറ്ററും പ്ലഗും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുക. ഓരോ 10,000-ത്തിലും മാറ്റേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും നല്ലതാണ്. എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഹിസ്റ്ററി ചെക്ക് ചെയ്യുമ്പോഴായാലും ഈ അടുത്ത് ചെയ്തതായിട്ട് നമുക്ക് അതിൻ്റെ ഹിസ്റ്ററിയിൽ വരുന്നില്ല. തന്നെയല്ല അത്യാവശ്യം കളർ വ്യത്യാസവും വന്നിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിലും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ എഞ്ചിൻ ഓയിലും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മാറ്റുന്നത് ഇപ്പോൾ 39,373 കിലോമീറ്ററാണ്. അപ്പോൾ നമുക്ക് പിന്നീട് നമുക്ക് മാറ്റേണ്ടി വരുന്നത് 42,300 നമുക്കിന്
അടുത്ത ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ 3000 കിലോമീറ്റർ കൂടുമ്പോഴാണ് എഞ്ചിൻ ഓയിൽ മാറ്റേണ്ടത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. നിലവിൽ ഓയിൽ ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട ടൈമാണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അഴിച്ചു വിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.